ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇൻവിസിബിൾ ചെയിൻ മേക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാക്കിയിട്ടുള്ള മാലകളാണ് കാണിക്കാൻ പോകുന്നത്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യത്തെ മാല എന്ന് പറയുന്നത് പേൾ വെച്ചിട്ടുള്ളതാണ്. ഇതാണ് വരുന്നത്, ഇത്രയും ലെങ്ത്ത് വരുന്നുണ്ട്. അതുപോലെ എന്താ പറയുക, റെഡും വൈറ്റും പേളായിട്ടുള്ളതാണ് വരുന്നത് ആദ്യത്തെ മാല. രണ്ടാമത്തേതെന്ന് പറയുമ്പോൾ ഈ ടൈപ്പാണ് വരുന്നത് കേട്ടോ. നിങ്ങൾക്കിത് എങ്ങനെയാണ് ലെങ്ത്ത് വേണ്ടതെന്നനുസരിച്ചിട്ട് അത്രത്തേക്ക് കട്ട് ചെയ്തെടുക്കുക. ഈ ഗിയർ വയർ കട്ട് ചെയ്തെടുത്തിട്ട് സ്റ്റോണും കാര്യങ്ങളും എങ്ങനെ ഡിസൈൻസൊക്കെ വേണ്ടതെന്ന് നോക്കിയിട്ട് അതുപോലെ അവിടെ ഓരോരുത്തരുടെ ഇഷ്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ മൂന്നാമത്തേന്ന് വെച്ചാൽ ഇങ്ങനെയാണ് വരുന്നത്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ലോക്കറ്റ് റെഡിമെയ്ഡ് അല്ല, ഇത് ഞാനായിട്ട് കുന്നൻ സ്റ്റോൺ വെച്ചിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ വരുന്നത് കേട്ടോ. എല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് കിറ്റായിട്ട് വാങ്ങുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതല്ല റെഡിമെയ്ഡ് വാങ്ങിക്കുകയാണെങ്കിൽ അങ്ങനെ വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. അടുത്തൊരു കളക്ഷൻ എന്ന് പറയുന്നത് ഈ ടൈപ്പാണ് കേട്ടോ. എലിഫൻറ്റിൻ്റെ ടൈപ്പായിട്ടാണ് വരുന്നത്. 3 വെച്ചിട്ടുള്ളതാണ്. ലെങ്ത്തും ഡിസൈനും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്തത് കണ്ടിട്ട് അടുത്തത് ലോട്ടസിൻ്റെയാണ്. ഈ ടൈപ്പ് സിമ്പിളായിട്ടുണ്ടാകും. നമുക്ക് വലിയ ഹെവി ഒന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട്, ചിലർക്ക് ഹെവി ആയിട്ട് ഇട്ടാലും അതിനോട് സിമ്പിളായിട്ട് ഇടാനൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് സിമ്പിളായിട്ട് തിന്നായി കിടക്കും. നമുക്ക് കഴുത്തിൽ മാല ഇട്ടിട്ടുണ്ടെന്ന് അറിയാത്ത ടൈപ്പായിരിക്കും. നല്ല രസമുണ്ടാവും. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഇതുപോലെ ചെയ്ത് നോക്കാൻ പറ്റുന്നത് തന്നെയാണ് വരുന്നത്. വളരെ സിമ്പിളാണ് ഇപ്പോൾ ഇത് ചെയ്യാനായിട്ട്. ഇഷ്ടം പോലെ ആൾക്കാർ ഇതുപോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ റെഡിമെയ്ഡായി വാങ്ങിച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ, ഇപ്പോൾ മേക്ക് ചെയ്തത് വാങ്ങിച്ചിട്ട് സെയിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അല്ലാതെന്ന് വെച്ചാൽ നമുക്ക് കിറ്റായിട്ട് വാങ്ങിയിട്ട് നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ലോട്ടസ് തന്നെ വരുന്നത്. അടുത്തൊരു കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതേ ടൈപ്പാണ് വരുന്നത് കേട്ടോ. നല്ല രസമുണ്ട്. നല്ല രസമുള്ള ഡിസൈനിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ല രസമുള്ള മാലകൾ ഒരു പെൻഡൻ്റ് വെച്ചിട്ട് ചെയ്യാം. അതല്ല നമുക്ക് അഡീഷണൽ ഡിസൈനൊക്കെ വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റും. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകണമെന്ന് വെച്ചാൽ മാച്ച് ഡ്രസ്സിന് പറ്റിയ പോലത്തെ മാലയൊക്കെ വേണമെന്നുണ്ട്. അത് വെച്ചിട്ടുള്ള സ്റ്റോണൊക്കെ വെച്ചിട്ട് നമുക്ക് നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതുപോലെയൊക്കെ ചെയ്യാൻ പറ്റും. അടുത്ത് വേറൊരു കളക്ഷൻ ഉണ്ട്. അടുത്ത കളക്ഷൻ ഇത് വെറൈറ്റി കളർ സ്റ്റോൺ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. നല്ല രസമാണ്. എനിക്കും ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റും. ചെയ്യുന്ന താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യുക. അതുപോലെ മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ കിറ്റായിട്ടൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. കിറ്റ് വേണമെന്നുള്ളവർ നമ്മളോട് മെസ്സേജ് അയയ്ക്കുക. നമ്മൾ എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളത് മെസ്സേജ് ചെയ്യും. കമൻറ്റ് ചെയ്യുക. നമ്മൾ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ മെസ്സേജ് അയയ്ക്കുക. അടുത്തതെന്ന് പറയുന്നത് താലിൻ്റെ കളക്ഷനാണ് കേട്ടോ. പ്ലെയിൻ താലി വിത്ത് സ്റ്റോൺ ആയിട്ടുള്ളതാണ് വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. വേണ്ടവർ വേഗം തന്നെ ഓർഡർ ചെയ്യുക കേട്ടോ വാട്സപ്പ് നമ്പറിൽ. താങ്ക് യു.